ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ കൃതികളിൽ, സംസ്കൃത കൃതികളിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട, എന്നാൽ അത്ര ആരും ശ്രദ്ധിക്കാത്ത ഒരു കൃതിയാണ് വേദാന്ത സൂത്രം. നമ്മളുടെ ഭാരതത്തിൻ്റെ അടിസ്ഥാന പ്രമാണ ഗ്രന്ഥങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ പ്രസ്ഥാനത്രയം എന്നാണ് പറയുന്നത്. ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഇത് മൂന്നും ചേർന്നിട്ടാണ് പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത്. ഇതിൽ ബ്രഹ്മസൂത്രം എന്നുള്ള ആ ഗ്രന്ഥം 555 സൂത്രങ്ങൾ ഉള്ളതാണ്. അതിൽ പ്രതിപാദിക്കുന്നത് ഈ ഉപനിഷത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള ആ സൂക്തങ്ങളെല്ലാം അതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ് എന്ന് വ്യാസഭഗവാൻ ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് രചിച്ചിട്ടുള്ളതാണ് ഈ ബ്രഹ്മസൂത്രം. അതിന് ആദിശങ്കരാചാര്യർ വ്യാഖ്യാനവും എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിൽ ചില സ്ഥലത്ത്, പ്രത്യേകിച്ച് അപശൂദ്രാധികരണം എന്നുള്ള ഭാഗമൊക്കെ കൂട്ടിച്ചേർത്തതാണെന്നും ശങ്കരാചാര്യർ അതിന് കമൻട്രി എഴുതിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഗുരുദേവനും അവിടെ ചെറിയൊരു വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മൾക്ക് അതല്ല ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കാര്യം. ഈ ബ്രഹ്മസൂത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ജ്ഞാനമാർഗം, ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതിയിട്ടുള്ള അതിനെ അതേ തലത്തിൽ, അതേ രൂപത്തിൽ വ്യാസന് ശേഷം വേറെ ആരും അങ്ങനെ തനതായ കൃതി രചിച്ചതായിട്ട് നമുക്കറിവില്ല. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ അതേപോലെ അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു കൃതി രചിച്ചു. അതാണ് വേദാന്ത സൂത്രം. വ്യാസൻ രചിച്ചത് ബ്രഹ്മസൂത്രവും ഗുരുദേവൻ രചിച്ചത് വേദാന്ത സൂത്രം. അതിലും ഈ സത്തിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് തന്നെയാണ്, ജീവാത്മ പരമാത്മാവിനെക്കുറിച്ചുള്ള വിഷയമാണ്. അതിനെക്കുറിച്ചുള്ള ബന്ധം, അത് തമ്മിലുള്ള ബന്ധമാണ് ചർച്ചാ വിഷയം. നമ്മുടെ ഉപനിഷത്തും നമ്മുടെ ഈ ആധ്യാത്മിക ശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഈ ജീവനും പരമ്പൊരുളും, അത് നമ്മൾ പരബ്രഹ്മം എന്ന് പറയുന്നു, ദൈവം എന്ന് പറയുന്നു, പല പേരുകൾ പറയുന്നുണ്ട്. ഇത് തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ഇവിടെ ഗുരുവും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നതാണ്. പക്ഷെ അത് സംസ്കൃതമായതുകൊണ്ടും കുറച്ച് കട്ടിയായിട്ടുള്ള വിഷയമായതുകൊണ്ടും ആരും അതിൽ കൈവെക്കാൻ തയ്യാറാകുന്നില്ല. തന്നെയുമല്ല, അതങ്ങനെ കൈവെക്കാനായിട്ട് പറ്റുന്ന ഒരു ഗ്രന്ഥമല്ലാതാനും. കാരണം അത്രമാത്രം സാധനാ സമ്പന്നതയും സംസ്കൃതത്തിൽ പാണ്ഡിത്യവും, ഈ വിഷയത്തിൽ പാണ്ഡിത്യവും അനുഭവജ്ഞാനവും ഒക്കെ ചേർന്ന് വരുമ്പോൾ മാത്രമേ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ തത് ജ്യോതി എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് ജ്യോതിസാണ്. ഏത് എന്നുള്ളതാണ്. ഇപ്പം തത്വമസി എന്ന് നമ്മളുടെ ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്ന ഒരു മഹാവാക്യം, അത് നമ്മൾ ശബരിമലയിലൊക്കെ ആ കവാടത്തിൽ, അത് ക്ഷേത്രത്തിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, തത്വമസി. അത് പിന്നീട് ഒരാൾ അവിടെ കൊണ്ട് എഴുതി വെച്ചതാണ്. പക്ഷേ ആ ഉപനിഷത്ത് പറയുന്ന തത്, അത് എന്ന് പറയുന്ന എന്താണ്? ഈ ഏതൊന്നിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉദ്ഭവിച്ചത്, ഏതൊന്നിലാണോ അത് നിലനിൽക്കുന്നത്,
ഏതൊന്നിലാണോ അത് ലയിക്കുന്നത് അതിനെയാണ് തത് എന്ന് പറയുന്നത്. അപ്പോൾ തൻ്റെ അടുത്ത് സത്യാന്വേഷണത്തോടുകൂടി വന്ന ഒരു അന്വേഷകന് പറഞ്ഞു കൊടുക്കുന്നതാണ് സന്ദർഭം. അപ്പം നീ ആരാണ്? ഇപ്പം ഞാൻ ആരാണെന്നാണ് ചോദിക്കുന്നത് ശിഷ്യൻ. അപ്പം നീ ഇന്ന ആളാണ് എന്ന് ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഏതൊന്നിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടായത്, നിലനിൽക്കുന്നത്, ലയിച്ചു ചേരുന്നത്, അത് തന്നെയാണ് നീ. തത്ത് ത്വം അസി, അത് തന്നെയാണ് നീ എന്ന് പറയുകയാണ്. അപ്പോൾ ആ പറയുന്ന അത് എന്ന് പറയുന്നത് ജ്യോതിയാണ്, പ്രകാശമാണ്, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നതാണ് എന്ന് ഗുരു അവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും ആഴത്തിലുള്ള അറിവിനെ ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുകൾ കൂട്ടിച്ചേർത്തൊരു, അതിനെ സൂത്രം എന്ന് പറയും. അല്പാക്ഷരം അസന്നിഗ്ധം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന അതിൻ്റെ പ്രമാണമൊക്കെയുണ്ട്. അപ്പോൾ അക്ഷരങ്ങൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ, പക്ഷെ അതിനകത്ത് അസന്നിഗ്ധമായിട്ട് ഒരു ആശയത്തെ പറയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സൂത്രങ്ങളും ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചു എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് തന്നെയാണ് പലരും ഇന്ന് കാണുന്നത്. കാരണം ഗുരുവിൻ്റെ അറിയപ്പെടാത്ത വശങ്ങളാണതൊക്കെ. തീർച്ചയായിട്ടും അതിലേക്ക് നമ്മൾക്കൊന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം.